വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡു എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഈ ഒരു ലഡു ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയാലോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ആൽമണ്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സും അതുപോലെ ആൽമണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാനിപ്പോൾ അത് ചേർത്തത്. ഇനി ആ സെയിം പാനിലേക്ക് ഞാൻ 1/2 കപ്പ് നെയ്യ് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് ആട്ട അഥവാ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചെറുതീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ ഗുണമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടിയിട്ട് ഗോതമ്പ് പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു മിക്സ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴും കുറച്ചുകൂടി ഗോതമ്പ് പൊടി എനിക്ക് വേണമെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇതൊരു പൊടി പോലെ വേണം ഇതിൻ്റെ ഒരു മിക്സ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് 1/2 കപ്പ് നെയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പൊടി പോലെ ഇരിക്കുകയും വേണം, എന്നാൽ അതിൽ നെയ്യിൻ്റെ അംശം ഉണ്ടാവുകയും വേണം. അതായിരിക്കണം അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല റോസ്റ്റ് ചെയ്ത് നല്ല മണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും അതേപോലെ ആൽമണ്ട്സും ചൂടാറിയിട്ടുണ്ടാകും. അതൊരു മിക്സി ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ പൗഡറാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. നട്ട്സ് പൊടിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ച് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. അത്യാവശ്യം ചൂടുണ്ടാവണം കേട്ടോ ഈ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. ഇനി ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. മധുരം കൂടുതൽ വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഈ ഒരു അളവിന്, അതായത് 2 കപ്പ് ഗോതമ്പ് പൊടി 1/2 കപ്പ് നെയ്യ് എന്ന ഒരളവിന് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്കിത് കുഴയ്ക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂട് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചൂട് ആറിയതിന് ശേഷം കുഴച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കൊന്ന് പിടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. ആ ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഈ ലഡു ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് പിടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതേപോലെ നട്ട്സൊക്കെ പൊടിച്ചതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നട്ട്സൊക്കെ പൊടിക്കാതെ വേണമെങ്കിൽ മുഴുവനായിട്ട്, അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിൽ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്നത് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എന്നൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർ കഴിക്കാത്ത ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, പെർഫെക്റ്റ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ആട്ട ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഈ ഗോതമ്പ് പൊടി അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം വരെ ഇത് പുറത്ത് കേടാകാതിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ദിവസം ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.